നമസ്കാരം. ദേവഗുരു വ്യാഴത്തിൻ്റെ മഹാശക്തിയാൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിശക്തമായ മാറ്റങ്ങളാണ് ആരംഭിക്കാൻ പോകുന്നത്. 2026 ജൂൺ 2 മുതൽ രൂപം കൊള്ളുന്ന അതിശക്തമായ ലാഭദൃഷ്ടി രാജയോഗം. ഇത് ചില രാശിക്കാരുടെ ജീവിതത്തിൽ ധനപരമായും ഐശ്വര്യപരമായും ഉയർച്ചയുണ്ടാക്കും. കുടുംബ സൗഖ്യം, ഭാഗ്യം എന്നിവ കൊണ്ടുവരും. അത്യപൂർവ യോഗം തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഈ രാജയോഗം ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ രാജയോഗത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ ഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്ന 5 രാശിക്കാരെക്കുറിച്ചും അതിൽ വരുന്ന നക്ഷത്രക്കാരെക്കുറിച്ചുമാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട ചെറിയ പരിഹാരങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായി കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ രാശി ഇതിലുണ്ടോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ലാഭദൃഷ്ടി രാജയോഗം എന്താണെന്നല്ലേ? ജ്യോതിഷപ്രകാരം വ്യാഴം ഒരു ശുഭസ്ഥാനത്ത് നിന്ന് ലാഭഭാവത്തെ ദൃഷ്ടിക്കുന്ന സമയത്ത് രൂപപ്പെടുന്നതായ വെറും യോഗമല്ല, മഹാശുഭകരമായ യോഗമാണ് ഈ ലാഭദൃഷ്ടി രാജയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരാളുടെ ജീവിതത്തിൽ ധനപരമായ വർധനവിനെ സൂചിപ്പിക്കും, ജോലിയിലെ ഉയർച്ച ഉണ്ടാകുന്നതിന്, കടബാധ്യതകളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതിന്, കുടുംബ സമാധാനം വന്നു ചേരുന്നതിന് സഹായിക്കും. ദൈവത്തിൻ്റെ ആനുകൂല്യം, അതായത് ദൈവാനുഗ്രഹം കൂടുതലായി വരുന്നതിന് സാധ്യമാകുന്നതാണ്. മുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തിയാകുന്നതിനുമുള്ള വഴി തെളിയിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ യോഗത്തിൻ്റെ ഫലമായി വന്നു ചേരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർക്കാണ് ഈ രാജയോഗം ഏറ്റവും വളരെ ശക്തമായ ധനലാഭത്തെ നൽകുന്നത്. പ്രത്യേകിച്ച് പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം ജൂൺ 2 മുതൽ തുറക്കപ്പെടും. മുൻപ് കൈവിട്ടുപോയ ഭാഗ്യങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സമയം. അതേപോലെ തൊഴിൽ മേഖലയിൽ അംഗീകാരമൊക്കെ ലഭിക്കും. ചിലർക്ക് വിദേശ ഭാഗ്യം വരെ, അതായത് ഈ മേടം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് വിദേശ യോഗം വരെ തെളിയുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷ വാർത്ത കേൾക്കാനൊക്കെ ഇടവരുത്തും. അപ്പോൾ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നല്ല സമയമാണ്. ഭൂമി വാങ്ങുന്നതിനുള്ള യോഗം ഉണ്ടാകുന്നുണ്ട്. നിക്ഷേപങ്ങൾ നിമിത്തം ലാഭമുണ്ടാകും. സർക്കാർ മേഖലയിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യം അഹങ്കാരം പാടില്ല എന്നതാണ്. അതായത് ധനം കയ്യിലേക്ക് വരുമ്പോൾ അല്പം ധാർഷ്ട്യം, അഹങ്കാരമൊക്കെ വരാനൊരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അഹങ്കാരം കുറയ്ക്കുക. കൈവന്ന ഭാഗ്യമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ കയ്യിലേക്ക് ഭാഗ്യം വരികയാണ്. അതിനെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ നിങ്ങൾ അണിയേണ്ടത് വിനയം എന്നതാണ്. അതായത് അണിയുമല്ല, നിങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കേണ്ടത് വിനയത്തെയാണ്. വിനയത്തെ കൂട്ടുപിടിച്ച് ഭാഗ്യത്തെ വളരെയധികം കാത്തു സൂക്ഷിച്ചാൽ ജൂൺ 2 തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വരുന്നത്. അപ്പോൾ പരിഹാരം എന്നോണം വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും മറക്കാതിരിക്കുക. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്കും ഉയർച്ചയുടെ സമയമാണ് ജൂൺ 2 മുതൽ. പഴയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ഭാഗ്യം ഇനി വന്നു ചേരുന്നതാണ്. ഏറെ നാളുകളായി കാത്തിരുന്ന പല കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകും. സാമ്പത്തികമായ ആശ്വാസം ഉണ്ടാകും. കടബാധ്യതകളിൽ നിന്ന് മോചനമൊക്കെ ഉണ്ടാകുന്നതാണ്. ജോലി മാറ്റം, അതേപോലെ ശമ്പള വർധനവ്, പുതിയ കരാറുകളിലൊക്കെ ഒപ്പിടാനുള്ള ഭാഗ്യം, നല്ല ബന്ധങ്ങൾ, അത് വിവാഹ ബന്ധമാകാം, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധമാകാം, അതല്ലെങ്കിൽ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ബന്ധമാകാം. ഏതായാലും നിങ്ങൾക്ക് ശുഭകരമായ ബന്ധങ്ങളൊക്കെ വന്നു ചേരും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാവുകയും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് ഭാഗ്യമൊക്കെ അനുകൂലമാവുകയും ചെയ്യുന്ന സമയം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാക്കുകളിൽ ശ്രദ്ധ വേണമെന്നതാണ്. അതായത് ചെറിയ തെറ്റായ സംസാരം പോലും ബന്ധങ്ങളെ ബാധിക്കാനിടയുണ്ട്. നമ്മൾ ചിലപ്പോൾ തമാശയായിട്ട് പറയുന്നത് വേറൊരാൾ കേൾക്കുമ്പോൾ അവരെടുക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ അതുവഴി ചിലപ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാം. അത് പ്രണയബന്ധങ്ങളാണെങ്കിൽ പോലും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ദിവസവും രാവിലെ ഓം ഗുരവേ നമഃ എന്ന് 21 പ്രാവശ്യം ജപിക്കാനും മറക്കാതിരിക്കുക. ഇനി മൂന്നാമത്തെ രാശി മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയാണ്. അപ്പോൾ ചിങ്ങം രാശിക്കാർക്കും ഈ രാജയോഗം രാജസമാനമായ ഒരു വളർച്ച തന്നെയാണ് നൽകുന്നത്. പാരമ്പര്യമായി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മുൻപേ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഭൂമിയാകാം, അല്ലെങ്കിൽ അങ്ങനെ ഏതായാലും നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഇവിടെ ശുഭകാര്യങ്ങളൊക്കെ നടക്കാനും, പുതിയൊരു വാഹനം വാങ്ങണം, അല്ലെങ്കിൽ വാഹനം പഴയത് കൊടുത്തിട്ട് പുതിയൊരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ്. വീട് ഒന്ന് നവീകരണമൊക്കെ
സാധ്യമാകുന്ന സമയം, സാമ്പത്തിക നേട്ടമുണ്ടാകും, സന്താന ഭാഗ്യം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികൾക്കും സന്തോഷ വാർത്തയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ജോലിയിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുക, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊമോഷനൊക്കെയുള്ള സാധ്യതയാണ്. അപ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്ത് ഭാവി ശോഭനമാക്കാനായിട്ട് ജൂൺ 2 മുതൽ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ആത്മീയ ചിന്തകളൊക്കെ കൂടുതലായി വരികയും ഇപ്പോൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നത് വളരെയേറെ ഫലം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ണേറ്, അസൂയ, ദൃഷ്ടിദോഷം ഒക്കെ ഏർപ്പെടാൻ വന്നു ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാരങ്ങ വിളക്ക് തെളിയിക്കുന്ന ഉത്തമമാണ്. നാരങ്ങ തലയ്ക്കൊന്ന് ഒഴിഞ്ഞിട്ട് ഒഴുക്കുവെള്ളത്തിൽ കളയുന്നതൊക്കെ വളരെയധികം നല്ലതായിരിക്കും. കാരണം ഭാഗ്യം വരുമ്പോൾ കണ്ണുകടിയുള്ള ആളുകളും ഉണ്ടാകും ചുറ്റിലും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന നക്ഷത്രക്കാർക്കും ഈ ഒരു സംക്രമണം വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ജീവിതത്തിൽ ഒരു സ്ഥിരത വരുന്നു എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നതാണ്. വളരെ നാളുകളായിട്ട് ജോലിയിൽ കാത്തിരുന്ന പ്രൊമോഷനൊക്കെ ലഭിക്കും, സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. വ്യാപാരത്തിൽ, വ്യവസായത്തിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്ന് വലിയ ഉയർച്ചയൊക്കെ ഉണ്ടാകും. വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ജോലി ഉറപ്പാകുന്ന സമയമാണ്. വിദേശ ബന്ധങ്ങളുണ്ടാകും, വിദേശത്തേക്ക് പോകാൻ ഭാഗ്യമുണ്ടാകും. കുടുംബത്ത് ഐക്യം വന്നു ചേരും. ഇത് സ്ത്രീകൾക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ, ഈ നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഈ രാശിക്കാരായ സ്ത്രീകൾക്കായിരിക്കും ഏറ്റവും ഭാഗ്യം, ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലവ് നിയന്ത്രണമാണ്. അതായത് പണമൊക്കെ അധികമായി വരുമ്പോൾ ചിലവുകൾ കൂടുതലായി വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. മഞ്ഞ പൂക്കൾ സമർപ്പിക്കുന്നതും മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്കും ശക്തമായ അനുഗ്രഹമാണ് ജൂൺ 2 മുതൽ ലഭിക്കാൻ പോകുന്നത്. കാരണം ഈ ഒരു രാശിയുടെ അധിപൻ തന്നെ നമ്മുടെ ദേവഗുരുവായ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ദുരിതങ്ങൾ പൂർണ്ണമായി മാറുന്ന സമയമെന്ന് പറയാൻ കഴിയും. ദാമ്പത്യ സൗഖ്യമുണ്ടാകും, ധനലാഭമുണ്ടാകും, സന്താന ഭാഗ്യമുണ്ടാകും, സന്താനങ്ങൾ കൊണ്ട് സൽകീർത്തി വന്നു ചേരും. ആരോഗ്യപരമായി നോക്കുമ്പോഴും ഒരു പുരോഗതിയുടെ കാലം തന്നെയാണ്. അപ്പോൾ ഇവിടെ സമൂഹത്തിൽ ബഹുമാന്യം വർദ്ധിക്കുക. അപ്പോൾ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടായാലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ മതിപ്പുണ്ടാകുന്ന ഒരു സമയമെന്ന് തന്നെ പറയാൻ സാധിക്കും. നിങ്ങൾ പറയുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ വളരെയധികം ശക്തിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം കോപം നിയന്ത്രിക്കുക എന്നതാണ്. എടുത്തുചാട്ടം വരാൻ സാധ്യത ഉണ്ടാകും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് വേണ്ടുന്നത്? സ്വയമേവ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ കുടുംബത്തിൽ പോലും ചെറിയ കാര്യങ്ങൾ വലിയ വിഷയങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതാക്കാതിരിക്കാനായിട്ടൊരു ശ്രദ്ധ വേണം. രാവിലെ വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതോ ജപിക്കുന്നതോ ഒക്കെ വളരെയധികം അത്യുത്തമമായ ഫലം വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ലാഭദൃഷ്ടി രാജയോഗത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രം. എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അഥവാ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വിഷ്ണു ഭഗവാന്റെ ചിത്രമുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുക. പൂജാമുറിയിലിരുന്ന് മഞ്ഞ പുഷ്പങ്ങൾ ആ പാദത്തിലേക്ക് സമർപ്പിക്കുക. അതേപോലെ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. കടലപ്പരിപ്പൊക്കെ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. അതേപോലെ വ്യാഴപ്രീതി മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത്, മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പ്രധാന കാര്യങ്ങൾക്കൊക്കെ പോകുന്നതും വളരെയധികം ഉത്തമമാണ്. അപ്പോൾ ഗ്രഹങ്ങൾ എന്നത്, വീണ്ടും പറയുന്നു, ഗ്രഹങ്ങൾ വഴികാട്ടുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തെ ആ വഴിയിലേക്ക് കൊണ്ടുവന്ന് വെളിച്ചവും തെളിച്ചവും നൽകി ആ പാതയിലൂടെ പോകേണ്ട കടമ നമുക്ക് മാത്രമാണ്. ഗ്രഹങ്ങൾ അവരുടെ മാറ്റങ്ങൾ ഇങ്ങനെ മിനിറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാറാതെ നമ്മൾ ആ ഗ്രഹങ്ങൾ നമുക്ക് ഭാഗ്യം തരും എന്ന് പറഞ്ഞ് മാത്രം ഇരുന്നാൽ പോരാ. നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ഈ ലാഭദൃഷ്ടി രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സമാധാനവും തീർച്ചയായും കൊണ്ടുവരും. യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി പ്രവൃത്തിയോടുകൂടി ധൈര്യമായി മുന്നോട്ട് പോകൂ. ജൂൺ 2 തീയതി മുതൽ ലാഭദൃഷ്ടി രാജയോഗമാണ് ഈ 5 രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.